വന്നിട്ട് എൻ്റെ മോളെ മുമ്പിൽ വെച്ചിട്ട് അനാവശ്യമായിട്ട് സംസാരിച്ച്, മോശമായിട്ടുള്ള സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരിച്ച്. അങ്ങനെയൊക്കെ പാടെ ഓഫീസ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവർ കയ്യാങ്കളിയായി. അപ്പോൾ ഞാൻ ഫോണെടുത്ത് വീഡിയോ എടുത്തിന്. ഫോണൊക്കെ തെറിപ്പിച്ച് ഫോണൊക്കെ ഒരു കൊണ്ടുപോയി, ഫോണൊക്കെ പൊട്ടിപ്പോയി. അതിൽ പിന്നെ ഒരു 5-6 ആൾക്കാർ ഇന്ത്യക്കാർ കൂടി, കുറച്ച് ഒന്നാണ്ട് ഇന്ത്യക്കാരും വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യും. ഓലൊക്കെ പാടെ കൂടി ഒരു 3-4 മലയാളികളൊക്കെ പാടെ കൂടിയാണ്ട് എൻ്റെ മോളെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഒരു മർദ്ദിച്ച്. എന്തൊക്കെയാണ് മർദ്ദനത്തിൽ എന്തൊക്കെയാണ് പറ്റിയത്? മർദ്ദനത്തിന് താടിക്ക് കുഴപ്പമുണ്ട്, ഷോൾഡർ, കൈ, പിന്നെ ഇവിടെ അങ്ങനെ എന്താ ചാവി കൊണ്ടിട്ട വരച്ചാന്നുകൊണ്ട് സ്ക്രാച്ച് ഉണ്ട് ചുണ്ടിന്. പിന്നെ അതാ ചുണ്ട് പൊട്ടീന്, മൂക്ക് പൊട്ടീന്, മൂക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് ചോര, എപ്പോഴും ചോര ഒന്നും കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ തുടക്കുകയാണ്. അതന്നെ സംഭവിച്ചു. മോളെ മുമ്പിലിട്ട് കണ്ട് ആക്രമിച്ച്. ഞാൻ ഒറ്റക്കല്ലല്ലോ പോയത്, എൻ്റെ ഫാമിലിൻ്റെ മുമ്പിലിട്ട് കണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തത്. കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് നല്ല സംസ്ഥാനത്ത് ചില മാളുകൾ നടത്തിപ്പുകാർ ചില ഗുണ്ടകളെ വെച്ചുകൊണ്ട് വളരെയധികം അവിടെ വരുന്ന ആളുകളെ ആക്രമിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചു. ഈ ഒരു വിഷയത്തിൽ എന്ന് പറയുന്നത് ആ ഗുണ്ടകൾ ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ മെഷീൻ തകരാറായതുകൊണ്ട്, എസ്കേറ്റർ തകരാറായപ്പോൾ ഈ കുട്ടിയുടെ കാലതിൽ കുടുങ്ങിയപ്പോൾ ഇനി ആർക്കെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയ ഒരു മനുഷ്യനെ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി പോലീസ് അധികാരികൾ എടുക്കണം. ഇത് ഹൈലൈറ്റ് മാളിൽ ആദ്യത്തെ ഒരു അനുഭവമൊന്നുമല്ല. ഒരുപാട് ആളുകൾ ഇതേപ്പറ്റി പറയാറുണ്ട്. പിന്നെ അവിടെ ഒരു തിയേറ്ററിൽ കുടിവെള്ളം കൊണ്ടുപോകാൻ, രോഗികൾക്കും കുട്ടികൾക്കും കുടിവെള്ളം കൊണ്ടുപോകാൻ പോലും സാധിക്കില്ല. എന്നെ അവർ തടഞ്ഞു വെച്ചതാ. അത് പിന്നെ പോലീസ് ഇടപെടുകയും ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ നമുക്ക് എഴുതി തന്നതാ, ഇനി കുടിവെള്ളം അവർ ആർക്കും നിഷേധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവിടെയുണ്ട്, ഗുണ്ടകളുണ്ട്. ഇതിനെ ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. സാധാരണക്കാരെ ആക്രമിക്കുന്നത് തടയണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരിക്കും ഈ പറഞ്ഞ എസ്കലേറ്റർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ സെൻസറുകളൊക്കെ വെച്ചിട്ടാണല്ലോ, എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓഫാണ്. ഇത്തരത്തിലൊരു ചെരുപ്പൊക്കെ കട്ടാവുന്ന രീതിയിലേക്ക് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണല്ലോ. അപ്പൊ അത് ഇല്ലാതിരിക്കുന്നത് തന്നെ വലിയൊരു വീഴ്ചയാണ്. തീർച്ചയായിട്ടും വീഴ്ചയാണ്. അപ്പൊ അതാ പറയുന്നത്, അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിലും അത് പറയാൻ, അത് അറിയിക്കാൻ പോകുന്ന ആളുകൾ, ഇപ്പം ഇദ്ദേഹം ആദ്യം പറഞ്ഞ ആളുകൾ പ്രതികരിക്കുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഓഫീസിൽ പോയി പറയാൻ പോയത്. അപ്പോൾ ഓഫീസിൽ പോയി പറയുന്ന ഒരാളെ ഇങ്ങനെ ആക്രമിച്ചാൽ എന്താണ് ഇവിടുത്തെ ഒരു നീതിന്യായ വ്യവസ്ഥകൾ, എന്താണ് ഇവരെന്താണ്? ഈ ഗുണ്ടകൾക്കെതിരെ നടപടി വേണം. ഇവർ പിന്നെ കുറേ ആളുകൾ ഇത്തരത്തിൽ പിന്നെ നടത്തിപ്പ് കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ ആക്രമിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി വേണം.